ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേട്ടാൽ ഞെട്ടുന്ന ഒരു വാർത്ത. കാരണം ഇവിടുത്തെ വേൾഡ് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ മീഡിയാസിനോ കേരളത്തിലെ ചലം ചാനൽ പോലുള്ള ടി വികൾക്കൊന്നും കിട്ടാത്ത എക്സ്ക്ലൂസീവായിട്ടുള്ള ഞെട്ടുന്ന ഒരു വാർത്തയുമായിട്ടാണ് കേരളത്തിലെ ക്രിസംഗി ചാനലുകളുടെ ഷേഖ ന്യൂസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സെപ്റ്റി ടാങ്കും ഒരു വാർത്തയുമായിട്ട് വന്നിരിക്കുന്നത്. ആ വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ അത് കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 3 വനിതകളെ, അതും സ്വന്തം സമുദായത്തിലുള്ള 3 വനിതകളെ, ഗോത്രം വേറെ ആയിരിക്കാം പക്ഷെ വിശ്വാസമെല്ലാം ഒന്നാണല്ലോ, ആ വനിതകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിക്കൊണ്ട് പോയത് മാത്രമല്ല അവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തകൾ ഈ പറയപ്പെടുന്ന ഓൺലൈൻ ചാനലായിട്ടുള്ള ഈ ഷേഖ ന്യൂസ് എന്ന് പറയുന്ന ഈ ചാനലിനകത്ത് ഈ ചെറ്റകൾ വന്നിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും എത്രയോ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഈ പറയപ്പെടുന്ന ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. എത്രയോ വൈദികന്മാരെ ക്രൂരമായി തല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും പറയാൻ ഈ പറയപ്പെടുന്ന ഈ ഓൺലൈൻ ചാനലുകൾക്കൊന്നും ആകില്ല. കാരണം ഇവനൊക്കെ ഇവിടുത്തെ സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം ഭക്ഷിച്ചില്ലെങ്കിൽ ഇവനെയൊക്കെ ഭയന്ന് പേടിച്ച് വിറച്ച് ഇവന്റെയൊക്കെ ആസനം നക്കി ജീവിക്കുന്ന ചില പരമ ഊളകൾ ഇത്തരത്തിലുള്ള വാർത്തകളുമായിട്ട് വരും. അതായത് ഒരു മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ലോകത്ത് എവിടെ എന്ത് നടന്നാലും അതെല്ലാം ഇസ്ലാമിന്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ തെറ്റായി വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ ചില വാർത്തകൾ ഇവിടുത്തെ ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിൽ കൂടുതൽ വൈരാഗ്യത്തിലും അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താനും മതങ്ങളെ തമ്മിൽ തെറ്റിക്കാനും അതിലൂടെ ചോര കുടിക്കുന്ന ചില വേട്ട നായ്ക്കളാണ് ഈ പറയപ്പെടുന്ന ചില ചാനലിന്റെ വക്താക്കളും ചില ഓൺലൈൻ മാധ്യമങ്ങളും. ഈ വാർത്ത കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആഫ്രിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് ഏതാണ്ട് 70ഓളം വരുന്ന ക്രൈസ്തവര് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്നാണ് ഈ പറയുന്ന ചാനലിനകത്ത് വന്നൊരു വാർത്ത. സത്യത്തിൽ ഞാൻ ഇന്ന് ഒരുപാട് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ ഇതിനകത്തൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അത്തരത്തിലുള്ള വാർത്ത എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ചലം ചാനൽ പോലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ഇപ്പം മുസ്ലിം നാമധാരികളായിട്ട് നടക്കുന്ന ചില വൃത്തികെട്ട നാറികളുണ്ട്. ലോകത്ത് എവിടെ എന്ത് നടന്നാലും ആ സെക്കൻഡിൽ അറിഞ്ഞ് അതിനെക്കുറിച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന കുറെ നാറികളുണ്ട്. അവരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയാതിരിക്കും. എന്തായാലും ഇവന്റെ ഈ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ മുണഞ്ഞ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് കേൾക്കുക. കാരണം ഇത്തരത്തിലുള്ള ചാനലുകൾക്ക് നമ്മുടെ നാടിന് ആപത്താണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. 70ഓളം ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്, കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് കോങ്കോയിൽ. തുടർച്ചയായി അക്രമങ്ങളും കൂട്ടക്കൊലപാതകങ്ങളുമായി കുപ്രസിദ്ധിയിലൂടെ നീങ്ങുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ക്രൈസ്തവ സമൂഹം വംശഹത്യയിലേക്ക് നീങ്ങുന്ന ഭീകരമായ സാഹചര്യം നിലനിൽക്കുകയാണിപ്പോൾ. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ഒരു മുൻകാല ഫ്രഞ്ച് കോളനിയായിരുന്ന കോങ്കോയിൽ പൂട്ടിയിട്ടിരുന്ന ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ 70 ക്രൈസ്തവ സഹോദരങ്ങളെയാണ് അങ്ങേയറ്റം ക്രൂരമായ നിലയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കാണപ്പെട്ടിട്ടുള്ളത്. റുവാണ്ടയുടെ പിന്തുണയുള്ള വിമത ഇസ്ലാമിക തീവ്രവാദികളാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കനത്ത ആക്രമണങ്ങളും കിഡ്നാപ്പിങ്ങുകളും എല്ലാം നേരിടുന്ന കോങ്കോയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷമായ ക്രൈസ്തവർ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വംശഹത്യയിൽ കടുത്ത ഭീതിയിലും ആശങ്കകളിലുമാണ് ഇപ്പോൾ കോങ്കോയിൽ കഴിച്ചുകൂട്ടുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഗോള ഇസ്ലാമിക തീവ്രവാദികളായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന തീവ്രവാദ സംഘമാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ വടക്ക് കിഴക്കൻ കോങ്കോയിൽ നടന്ന ഈ നരഹത്യക്ക് ചുക്കാൻ പിടിച്ചത്. നമുക്കറിയാം, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മുഖമുദ്രയാണ് ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളത്. പുലർച്ചെ ലുബറോ പ്രദേശത്തെ ക്രൈസ്തവ വീടുകളിലെത്തിയ തീവ്രവാദികൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ദികളാക്കി കൊണ്ടുപോവുകയായിരുന്നു. ആളുകൾ കൂടി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും വീണ്ടും തീവ്രവാദികൾ കൂട്ടമായി വന്ന് 50 ക്രൈസ്തവ വിശ്വാസികളെ കൂടി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇവരെ കസംഗയിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഫെബ്രുവരി ആദ്യം മുതൽ കോങ്കോയിൽ നിലനിൽക്കുന്ന കലാപങ്ങളാൽ ക്രമസമാധാന നില താറുമാറായതിൽ കോങ്കോയിലെ പള്ളികളും ആശുപത്രികളും സ്കൂളുകളും എല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അതിലൊരു പള്ളിയിലായിരുന്നു അറുംകൊലയ്ക്കായി തീവ്രവാദികൾ തെരഞ്ഞെടുത്തത്. കൊല്ലപ്പെട്ടവരുടെ മൃതശരീരം പോലും അടക്കാനാകാത്ത സാഹചര്യത്തിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ ക്രൈസ്തവരിൽ ഭൂരിപക്ഷവും അവിടെ നിന്ന് രാജ്യം വിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് അഫിലിയേറ്റഡായ ADF നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും ക്രിസ്ത്യാനികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതാണ് കടുത്ത ആശങ്ക തന്നെ ഉളവാക്കുന്നത്. കോങ്കോയുടെ അയൽ രാജ്യമായ റുവാണ്ടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള M23 എന്ന സായുധ സംഘടന ജനുവരി അവസാനത്തോടെ കിഴക്കൻ കോങ്കോയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയുണ്ടായി.
തുടർന്ന് കോങ്കോയിൽ വിമത ആക്രമണങ്ങൾ ശക്തമാകുകയും അവർ നഗരം പിടിച്ചടക്കിയതിനു ശേഷം ഈ മാസം ആദ്യം ഗോമയിലെ മുൻസെൻസെ ജയിലിൽ 100 കണക്കിന് സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത്. അതിനുശേഷം അവരെ ജീവനോടെ കത്തിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന കോങ്കോയിൽ നിന്ന് 2000-ലധികം മൃതദേഹങ്ങൾ റെഡ് ക്രോസ് ശേഖരിച്ചു. അതിൽ 787 മൃതദേഹങ്ങൾ ഇപ്പോഴും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൊല ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ഇനിയും ഉയരുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ 70 ക്രൈസ്തവരെ കൂടി കൊന്നിരിക്കുന്നത് കഴുത്തറുത്ത്. M23 ഭീകരന്മാർ ക്രിസ്ത്യൻ സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നതിന്റെ ഇടയിലാണ് ADF പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദി സംഘടനകളും ക്രൈസ്തവർക്കെതിരായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു പോയവരെ തിരികെ എത്തിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ന്യായീകരണമാണ് ഇവർ ഇതിന് പറയുന്നത്. ADFന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് കഠിനമായ പീഡനങ്ങളാണ്. ഇതുകൂടാതെയാണ് ഈ പ്രവിശ്യയിലെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, ലൈംഗിക അടിമത്തം, തീവ്രവാദികളുമായുള്ള നിർബന്ധിത വിവാഹം എന്നിവയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കൊടിയ ദുരന്തത്തിൽ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടിരിക്കുന്ന കോങ്കോയിലെ ക്രൈസ്തവർ ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാർത്ഥന ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്നാൽ ഗാസയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന മാധ്യമങ്ങൾ ഇത്രയും ക്രൂരമായ മനുഷ്യഹത്യ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയത് അറിഞ്ഞിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഷേഖ ന്യൂസിനകത്ത് വന്നുകൊണ്ട് ഈ വേട്ടാവളിയൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? ഹോങ്കോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടെ ഇസ്ലാമിക് തീവ്രവാദികൾ ഏതാണ്ട് 70ഓളം വരുന്ന ക്രൈസ്തവരെ പൂട്ടിയിട്ട ചർച്ചിനകത്ത് കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു. കാരണം ഇവർ അവിടെ പോയി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. സംഘടനയുടെ പേരും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നാഷണൽ മീഡിയാസിനൊന്നും കിട്ടാത്തൊരു വാർത്ത ഷേഖ ന്യൂസിന് മാത്രം കിട്ടുന്ന ഒരുപാട് വാർത്തകളുണ്ട്. നിങ്ങൾ ഈ ചാനലിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഈ ചാനൽ നിലകൊള്ളുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് ഈ നാട്ടിൽ ഈ ചാനൽ ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടുത്തെ ക്രൈസ്തവനെയും മുസ്ലിങ്ങളെയും ഒക്കെ തമ്മിൽ തല്ലിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധവും ശുദ്ധ തോന്നിയാസമായിട്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പടച്ചങ്ങോട്ട് വിട്ടു. കാരണം ഈ ഹോങ്കോയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് പോയിട്ട് ഇതിനെക്കുറിച്ചിട്ട് നോക്കാനാണ്? ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിലാവും. കാരണം അവരുടെ മനസ്സിലേക്ക് ഇസ്ലാം ഇങ്ങനെയാണ്, ലോകത്ത് മുഴുവൻ ഇസ്ലാം ഇതാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങനെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക മാധ്യമക്കാരും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ഞാൻ അത്തരത്തിലുള്ള വാർത്തകൾ നോക്കി, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുക. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൃത്യമായിട്ടുള്ള ന്യൂസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപലപിക്കേണ്ടത് തന്നെയാണ്. അതിനകത്തും ഒരു മാറ്റമില്ല. കാരണം പറയേണ്ടത് കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇത്തരത്തിൽ തെറ്റായി ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തുള്ള വേട്ട മൃഗങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വാർത്തയുമായിട്ട് വന്നത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും